പ്രാരംഭ പ്രസ്താവന. ആഗോള കത്തോലിക്ക സഭയും അഖില ലോക സഭാ കൗൺസിലും സംയുക്തമായി ആചരിക്കുന്ന സഭാ ഐക്യ അഷ്ടദിന പ്രാർത്ഥനയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രാർത്ഥനാ യജ്ഞത്തിന് ഇന്ന് തിരശ്ശീല ഉയരുകയാണ്. കർത്താവ് നമ്മെ ഫലമേൽപ്പിച്ച ദൈവരാജ്യ ദൗത്യം ഫലപ്രദമായി നിർവഹിക്കുവാൻ ക്രിസ്തു വിശ്വാസികൾ തമ്മിലുള്ള ഐക്യവും യോജിപ്പും അത്യന്താപേക്ഷിതമാണ്. ആഗോള കത്തോലിക്ക സഭയുടെ ഡിക്കാസ്റ്ററി ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ യൂണിറ്റി അഖില ലോക സഭാ കൗൺസിലിന്റെ ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷനും ഈ പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകി വരുന്നു. ഓരോ വർഷവും മറ്റു സഭകളിൽ നിന്ന് കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും ഇരിക്കും. അത് സൂര്യനുള്ളത്തോളം നിലനിൽക്കും. മനുഷ്യരുടെ പേര് ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അദ്ദേഹത്തെ ഭാഗ്യവാനെന്ന് പറയും. Thank you.
ലോകം മുഴുവനും വിശുദ്ധിയിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരല്ല. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യം വിശുദ്ധ പൗലോസ് ഈ വാക്കുകളിൽ കൂടി പറയുന്നു. വിഭജിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ തടസ്സങ്ങളെ മറികടന്ന് അനുരഞ്ജനത്തിന്റെ വക്താക്കളാകുവാൻ വിശ്വാസികളെ സുവിശേഷം ക്ഷണിക്കുന്നു. വിശ്വാസികളുടെ കൂടായ്മകളിൽ ദൈവത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ ഈ ദിവ്യവിളി നമുക്ക് ആഹ്വാനം നൽകുന്നു. ഈ വിളിയുമായി നമ്മുടെ പെരുമാറ്റത്തെ യോജിപ്പിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഐക്യത്തിനും വളർച്ചയ്ക്കും നാം സംഭാവന നൽകുന്നു. ക്രിസ്തീയ സമൂഹത്തിന്റെ യഥാർത്ഥ സത്ത വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം കെട്ടിപ്പണിയുകയും യോജിപ്പുള്ളതും പിന്തുണയ്ക്കുന്നതുമായ കൂട്ടായ്മ വളർത്തിയെടുക്കുന്നതിനുള്ള വിളി തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രേരണയും ഉൾക്കൊള്ളുകയുമാണ് ചെയ്യുന്നത്. പരിഗണിക്കേണ്ട ഒരു ചോദ്യം ഇവിടെയുണ്ട്. എഫേസ്യർ 4:1 വിവരിച്ചിരിക്കുന്നത് പോലെ നിങ്ങളെ ദൗത്യത്തിനായി വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ പ്രാദേശികവും വിശാലമായ സഭാ സമൂഹങ്ങളിലെ ഐക്യത്തിന് സജീവമായ സംഭാവന നൽകാൻ നിങ്ങളെ എങ്ങനെ പ്രചോദിപ്പിക്കും? എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. വെളിച്ചത്തിന്റെ ദൈവമേ, അന്ധകാരത്തിൽ നിന്ന് അങ്ങയുടെ വെളിച്ചത്തിലേക്ക് പരിഹാരമായി എൻ്റെ ആദ്യജാതനെ ഞാൻ നൽകണമോ? ആത്മാവിൻ്റെ പാപത്തിന് പകരം ശരീരത്തിൻ്റെ ഫലം കാഴ്ചവെക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത്? കർത്താവിൻ്റെ വചനം. സഹോദരൻ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അവരുടെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്ങയുടെ കൈപ്പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ് അത്. സിയോൻ പർവ്വതങ്ങളിൽ ഒഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. കർത്താവിന്റെ വചനം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. കർത്താവിന്റെ സുവിശേഷം. നമ്മുടെ രക്ഷകനും രാജാവും ദൈവവുമായ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും കൊട്ടാരത്തിലെ മഹാനുഭാവ ബിഷപ്പ് അഭിവന്യനായ ജോസ് ജോർജ്, ബഹുമാനായ ജോർജ് ചെറുവിള കോർ എപ്പിസ്കോപ്പ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിവിധ സഭകളിലെ ബഹുമാനായ വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ജോസ് ജോർജ് ബിഷപ്പിനെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്.
ഐക്യവേദിയാണ്. ലോകം മുഴുവനും ആഗോള കത്തോലിക്ക സഭയുടെ വേൾഡ് കൗൺസിൽ ഓഫ് സക്സസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന യൂണിറ്റി ഓഫ് ഡേ പ്രാർത്ഥനാ വാരത്തിൻ്റെ ആരംഭം കുറിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായ ഞങ്ങൾക്ക് ഒരുമിച്ച് നമ്മുടെ പ്രതീകത്തിൻ്റെ അടയാളമായി കുരിശ്, പ്രാവ്, അഗ്നി, 4 ദീപങ്ങൾ ഇവയാണ് ഉള്ളത്. ക്രിസ്തുവിൽ പ്രപഞ്ചം മുഴുവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അതിൻ്റെ അടയാളമായി മുന്നോട്ട് വന്നിരിക്കുന്നവരും 7 പേർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കുരിശിന് ചുറ്റും നിൽക്കുകയാണ്. ക്രിസ്തുവിൽ നാം ഒരു ശരീരം എന്നതിൻ്റെ അടയാളമാണ് ഈ സഹോദരങ്ങൾ അവർ കൈകോർത്ത് പിടിക്കുന്നത്. ഒരു ഭാവം ഒരേ ആത്മാവിൻ്റെ പ്രതീകമാണ്. അഗ്നി ക്രിസ്തുവേശുവിലുള്ള പ്രത്യാശയുടെ അടയാളമാണ്. 4 വിളക്കുകൾ ഇരുട്ടിനെ പ്രകാശമാനമാക്കുന്ന വിളക്കുകളാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചതിൻ്റെ സൂചനയാണ് ആ വിളക്കുകൾ. ഇവർ കൈകോർക്കുമ്പോഴാണ് അവർ കൈകോർക്കുന്നവർ ആണ് മെഴുകുതിരികളെ സ്വീകരിച്ച് പ്രധാന ദൈവത്തിൽ നിന്ന് പ്രകാശം കൊളുത്തി ജനങ്ങളെ അഭിമുഖീകരിച്ച് അവർ നിൽക്കേണ്ടതാണ്. ഈ ചാറ്റിങ് അവസാനിക്കുമ്പോൾ 7 പേർ മെഴുകുതിരികൾ നൽകണം. അവർ പ്രധാന ദീപത്തിൽ നിന്നും തിരികൊളുത്തി ജനങ്ങളെ അഭിമുഖീകരിച്ച് കുരിശിന്റെ ചുറ്റും നിൽക്കേണ്ടതാണ്.
പിരിഞ്ഞു നിൽക്കണം. പറഞ്ഞതിന് ശേഷം ജനങ്ങളിലേക്ക് ദീപം കൊളുത്തിയാൽ മതി. പറഞ്ഞതിന് ശേഷം ദീപം കൊളുത്തിയാൽ മതി. ഈ സമയത്ത് പ്രധാന ദീപത്തിൽ നിന്ന് കൊളുത്തിയ ദീപത്തിൽ നിന്ന് ജനങ്ങളിലേക്ക് പ്രകാശം നാം പകരേണ്ടതാണ്. ഈ സമയത്ത് ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതാണ്. തിരികൊളുത്തതിന് ശേഷം അവർ 7 പേരും മുന്നോട്ട് കടന്നു വന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ച് കുരിശിന് ചുറ്റും നിൽക്കേണ്ടതാണ്. ഗായക സംഘം ഗാനം ആലപിക്കും.